ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിംഗ് റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ഓയിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ തന്നെയാണ് എടുത്തിട്ടാണ് നമ്മൾ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മറുവശം ഫ്രൈ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഏകദേശം ഒരു 80% ഒക്കെ ഇതിനകത്ത് കിടന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കോരി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ നമുക്കൊരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള സ്ലൈസ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതായത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് വഴന്നു വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു തക്കാളിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടൈപ്പ് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, പിന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കാഷ്നട്ടും റൈസൻസും ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും റൈസൻസും ഒന്ന് ഫ്രൈ ചെയ്തതല്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെ എല്ലാം കൂടെ പൊടിഞ്ഞു പോകും. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് കുത്തിയിട്ട് മിക്സ് ചെയ്തെടുക്കരുത്, അപ്പോൾ ചിക്കൻ എല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ ഗ്രേവി ഇതുപോലെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിയില ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കനൊക്കെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാർട്ടി സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് വരാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.